ദിസ് ഇസ് ഡേ 2 ഇൻ ഗോവ. സോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി. ഇപ്പം ട്രാവൽ ഏജൻസി വണ്ടി അയക്കാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കണേ. ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് വന്നേക്കണ കാര്യം ഇവരൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. തീർത്ഥാടന യാത്ര പോലെയാക്കി ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ചെറിയ പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഒരു ബോട്ടിംഗ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഫുള്ള് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്കാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ ഫോർട്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ എല്ലാവരും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ടൂറിനൊക്കെ ആയിട്ട്. കുറേ പേരായിട്ട് സംസാരിച്ച് പിന്നെ മമ്മിക്കൊരു ക്യാപ്പ് വാങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മമ്മിക്കൊരു ക്യാപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഭയങ്കര വെയിലാണ്, ചൂട് സഹിക്കാൻ പറ്റില്ല, അത്രയും ചൂടാ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് കാൻഡലിൻ ബീച്ചിലേക്കാണ് കേട്ടോ. അതും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി വേറെ ബീച്ചസ് വെച്ച് നോക്കുമ്പോഴത്തേനും അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ ഷാക്കും കുറെ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ് ഗൈസ്. ഞങ്ങൾ അവിടുന്ന് ബിയറൊക്കെ അടിച്ചു, കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഞാൻ പറഞ്ഞത് ഗോവൻ ഫിഷ് താലി ആയിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു, നമ്മളെ നാട്ടിലെ ഫുഡിൻ്റെ അത്രയൊന്നും ഇല്ല, എന്നാലും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയത് സ്നോ പാർക്കിലാണ്. അവിടെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കയറിയില്ല, ഞങ്ങൾ 3-4 പേര് മാത്രമേ അതിൻ്റെ അകത്ത് കയറിയുള്ളൂ. പക്ഷെ നല്ല രസമായിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോയത് ബാഗ ബീച്ചിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരായിരുന്നു ആ ബീച്ചിൽ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് പിള്ളേരും എല്ലാവരും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ റൂമിലേക്ക് പോയിട്ടാണ് തിരിച്ച്.